നമസ്കാരം. കഴിഞ്ഞ 3 വർഷമായി സ്വർണത്തിന് അസാധാരണമായ ഒരു കുതിപ്പുണ്ടായിരുന്നു. മാർക്കറ്റ് അനലിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള മിക്ക നിക്ഷേപകരും സ്വർണ്ണവിലയിലെ തുടർച്ചയായ റെക്കോർഡിൽ അമ്പരന്നു. 2023-ലും 2024-ലും 20%-ലധികം ഉയർന്നതിനു ശേഷം 2025-ൽ ഇതുവരെ സ്വർണം 27%-ലധികം ഉയർന്നു. ഏപ്രിൽ 22-ന് സ്വർണം അതിന്റെ എക്കാലത്തെയും ഉയർന്ന നിരക്കായ ഔൺസിന്, അതായത് $3500 എന്ന നിലയിലെത്തി. വെറും 30 മാസം പൂർത്തിയാകും മുമ്പാണ് സ്വർണ്ണവില ഇരട്ടിച്ചത്. എന്നാൽ സ്വർണത്തിന്റെ അതിശയകരമായ പ്രകടനത്തിൽ അമ്പരിപ്പിക്കുന്ന ഒന്നും തന്നെ ഇല്ല എന്നാണ് പലരും പറയുന്നത്. എന്നാൽ ഇപ്പോൾ സ്വർണ്ണവില കുതിച്ചുയരുന്നതിന് കാരണമായ മിക്ക ഭൗമരാഷ്ട്രീയ ഘടകങ്ങളും മങ്ങുന്നുണ്ട്. റഷ്യ-യുക്രൈൻ സംഘർഷത്തിന്റെയോ ഇസ്രായേൽ-ഇറാൻ യുദ്ധത്തിന്റെയോ ലോക സമ്പദ് വ്യവസ്ഥയിലെ ആഘാതം താരതമ്യേന ശാന്തമായിരുന്നു. കൂടാതെ ട്രംപിന്റെ താരിഫുകൾ കാരണം രാജ്യങ്ങൾക്കിടയിലുള്ള വ്യാപാര യുദ്ധങ്ങൾ, പ്രത്യേകിച്ച് യുഎസും ചൈനയും തമ്മിലുള്ള പോരാട്ടം തണുത്ത മട്ടാണ്. എന്നാൽ കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങുന്നത് തുടരുന്നുവെന്നാണ് റിപ്പോർട്ട്. ഒരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന്റെ തിളക്കം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 2 മാസത്തിലേറെയായി വിലകൾ ഏകദേശം $3350 ക്ലോസ് ട്രെൻഡിംഗ് സോണിൽ തുടരുന്നു. സ്വർണ്ണവിലയെ ഇപ്പോൾ സ്വാധീനിക്കുന്നത് ഡോളറാണെന്നാണ് പ്രചാരണം. ഡോളറിന് സ്വർണ്ണവിലയുമായി എന്താണ് ബന്ധമെന്നല്ലേ? സ്വർണത്തിന്റെ വില നിർണ്ണയിക്കുന്നതിൽ US ഡോളർ ഒരു വലിയ പങ്ക് വഹിക്കുന്നു. ഡോളർ സൂചിക ശക്തിപ്പെടുത്തുമ്പോൾ സ്വർണ്ണവില കുറയുന്നു. അത് തിരിച്ചും സംഭവിക്കുന്നു. ചരിത്രപരമായ ഡേറ്റ അതാണ് കാണിക്കുന്നത്. കറൻസി എങ്ങനെ ദുർബലമാകുന്നു അല്ലെങ്കിൽ ശക്തിപ്പെടുന്നു എന്നറിയാൻ ഒരു ഉദാഹരണം നോക്കാം. ഇന്നത്തെ ഡോളർ രൂപ വിനിമയ നിരക്ക് ഒരു ഡോളറിനെതിരെ 85 രൂപയാണ് കരുതുക. വിനിമയ നിരക്ക് 90 രൂപയിലേക്ക് പോയാൽ അതിനർത്ഥം രൂപ ദുർബലപ്പെട്ടു, ഡോളർ ശക്തിപ്പെട്ടു എന്നാണ്. അതുപോലെ വിനിമയ നിരക്ക് 80 രൂപയിലേക്ക് പോയാൽ അതിനർത്ഥം രൂപ ശക്തിപ്പെട്ടു, ഡോളർ ദുർബലപ്പെട്ടു എന്നുമാണ്. ഇനിയാണ് തന്ത്രപരമായ ഭാഗം വരുന്നത്. ഡോളർ ശക്തിപ്പെടുമ്പോൾ നിക്ഷേപകർ ഡോളർ മൂല്യമുള്ള ആസ്തികളിലേക്ക് പണം മാറ്റും. അപ്പോൾ സ്വർണം പോലുള്ള ലാഭകരമല്ലാത്ത ആസ്തികളുടെ ആകർഷണം കുറയും. ഇതിനുള്ള കാരണം വ്യക്തമാണ്. ഏറ്റവും കുറഞ്ഞ പക്ഷം അതിന്റെ മൂല്യം സംരക്ഷിക്കുന്ന ഒരു കറൻസിയിലോ ആസ്തിയിലോ ആയിരിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ശക്തിപ്പെടുത്തുന്ന ഒരു ഡോളർ അതാണ് ചെയ്യുക. നേരെ മറിച്ച് ഡോളർ ദുർബലമാകുമ്പോൾ ഡോളർ മൂല്യമുള്ള ആസ്തികളിൽ നിന്ന് പണം സ്വർണത്തിലേക്ക് മാറുന്നു. ഇപ്പോൾ സംഭവിക്കുന്നത് ഇതാണ്. 2025-ൽ ഇതുവരെ US ഡോളർ സൂചിക ഏകദേശം 12% ഇടിഞ്ഞ് 96-ൽ വ്യാപാരം ചെയ്യുന്നു. ഇത് നിരവധി വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയാണ്. 1973-ന് ശേഷമുള്ള ഡോളറിന്റെ ഏറ്റവും വലിയ ഇടിവാണിത്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.